ഹലോ ഗൈസ്, ദിസ് ഈസ് അന്ന. IBPS ക്ലർക്ക് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. 28 ജൂലൈ വരെയാണ് എക്സ്റ്റെൻഡ് ആയേക്കുന്ന ഡേറ്റ്. ദിസ് ഈസ് IBPS ക്ലർക്ക് 14. ഓക്കെ, ഇതിന്റെ എക്സ്റ്റൻഷൻ നോട്ടീസാണിത്. അതുപോലെ തന്നെ മെയിൻ നോട്ടീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ ബേസിക് റിക്വയർമെന്റ് നോക്കാം. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഫീസ് എന്ന് പറയുന്നത് ജനറൽ OBC EWSന് 850, SC ST PHന് 175. ഇത് റീഫണ്ടബിൾ അല്ല. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 28 ഈ മാസം. പ്രിലിംസും മെയിൻസും അങ്ങനെ 2 ഘട്ടമായിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുന്നത്. പ്രിലിംസ് ഓഗസ്റ്റ് 24-നും മെയിൻസ് ഒക്ടോബർ 24-നും. ഇത് ബാങ്കിങ് എക്സാം ആയതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് എക്സാംസ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ റിസൾട്ടും ഇതൊക്കെ എക്സാം ഡേറ്റും അവർ റിസൾട്ടും ഡേറ്റും പറയുന്ന കറക്റ്റ് ഡേറ്റിൽ തന്നെ ഇതൊക്കെ റിലീസ് ആവുന്നതാണ്. ഓക്കെ, ഏജ് 20-ഉം 28 വയസ്സാണ് ചോദിച്ചേക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. ക്ലർക്കാണ് തസ്തിക. ടോട്ടൽ പോസ്റ്റ് 6128. നമ്മുടെ എല്ലാ ബാങ്കുകൾക്കും ഒരു 12 ബാങ്കുകൾക്ക് ഒരുമിച്ച് നടക്കുന്ന ഒരു കോമൺ എക്സാം ആണിത്. അതുകൊണ്ടാണ് നമ്മളിതിന് IBPS 14 എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. ക്ലർക്കിന്റെ എക്സാം ആണിത്. ഓക്കെ, ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത്രയും ബാങ്കുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ ഒരു എക്സാം വഴിയാണ്. എല്ലാ വർഷവും നടത്തുന്ന എക്സാം ആണിത്. ഇപ്രാവശ്യം 6128 വേക്കൻസീസ് ആണ് ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യ ഉള്ളത്. കേരളത്തിൽ നമുക്ക് 106. ഓക്കെ, കേരളത്തിൽ 106 വേക്കൻസീസ് ആണുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്ട്സിലും എക്സാം സെന്റേഴ്സും കാണും ഇതിന്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇവിടെ ഞാൻ തന്നേക്കാം. അത് നിങ്ങൾ ഒന്ന് നോക്കണം. ബാക്കി എക്സാംസിന്റെ SSCന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാരണം ഇതിന് ഒരു ഹാൻഡ് റിട്ടൺ നോട്ടിന്റെ ആവശ്യമുണ്ട്. അത് എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. IBPS ക്ലർക്ക് ഹാൻഡ് റിട്ടൺ നോട്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ഫോർമാറ്റ് വരും. അത് നിങ്ങളുടെ കൈയക്ഷരത്തിൽ വൃത്തിയായിട്ട് എഴുതി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. നോട്ടിഫിക്കേഷനകത്ത് ഇവർ ലിങ്ക് തന്നിട്ടുണ്ട്. ഈ സൈറ്റിൽ പോവുക, രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, ഓഫ്ലൈൻ അല്ല. കൂടാതെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പിന്റെ ഒരു സ്കാൻ ചെയ്ത കോപ്പിയും ഇതിന്റെ കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സാധാരണ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് SSCയുടെ എക്സാമിനും സാധാരണ എക്സാമിനും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനും കൂടാതെ തന്നെ ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും ആവശ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാം.